ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ പുറകിൽ ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ. അത് ആരുടെയാന്നും ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ കോലമെന്നും നമ്മളെ 3 വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ജീപ്പിന്റെ വീഡിയോ. അത് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതിപ്പോ 28,000 പേര് ആ സാധനം കണ്ടത്. അപ്പൊ ആ ജീപ്പ് ഇപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്തല്ല കിടിലമായിട്ട് നല്ല അത്യാവശ്യം MVD പിടിക്കാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ആരുടെ ജീപ്പാണെന്നും അതിന്റെ റിവ്യൂവും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അജിത് വ്ലോഗ്സ്. ഇതാണ് സാധനം കേട്ടോ, മഹീന്ദ്രയുടെ CL 500 MD 1997 മോഡൽ സാധനം. നമ്മുടെ സ്വന്തം കണ്ണാടന്റെ സാധനം. നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇപ്പൊ കണ്ണാടനാണ്. ഹായ് പറഞ്ഞടാ. ഹായ്. അപ്പൊ സാധനം അടിപൊളിയായിട്ടുണ്ട്. പെയിന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇനി നേരെ അവൻ പറയും കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് പറയും, ഇതിന്റെ ഫെൻഡർ ആട്ടോ. ഈ ഫെൻഡറിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫെൻഡർ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കത്തില്ല, ചരിഞ്ഞിരുന്നിട്ട് അതേ തന്നെ ഇൻഡിക്കേറ്റർ ഒരു സ്ക്വയർ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തേക്കാം. നമ്മൾ മാറ്റി വെച്ചതല്ല, ഉണ്ടായിരുന്നത് തന്നെ ഫെൻഡർ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയതാ. അതിന്റെ പുറത്തേക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു മെഷ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ മെഷൊക്കെ നമ്മൾ ഊരിക്കളഞ്ഞു. അതുപോലെ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഇതൊക്കെ നമ്മൾ വെച്ചാടാ. പിന്നെ ഒരു മാപ്പ് റീഡിങ് ലാമ്പ് വന്നിട്ടുണ്ട്. ബുഷുണ്ട്. ബുഷ് സംഭവം നേരത്തെ നമ്മുടെ ഗ്ലാസ് മറിച്ചിടാനും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഹുഡ് ഊരി കഴിഞ്ഞാൽ ഗ്ലാസ് മറിച്ചിടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ, ബുഷ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ഒരു മെയിൻ ആയിട്ട് ലുക്ക് ചേഞ്ച് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഡോറിന്റെ പോർഷൻ ഇല്ലേ, ശരിക്കും ഇവിടുന്ന് ഇങ്ങനെയാണ് നിന്ന് വെച്ചത്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് പോയിരുന്നത്. അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് വലുതാക്കി ഈ ഒരു ഏരിയ കൂടുതൽ ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു കട്ട്ചേസ് ലുക്ക് കിട്ടാൻ വേണ്ടി. നമ്മുടെ വണ്ടി കട്ട്ചേസ് വണ്ടിയല്ല, ലോങ് ബോഡി വണ്ടി കേട്ടോ. അപ്പൊ എന്നാലും ഒരു കട്ട്ചേസ് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും കട്ട്ചേസ് ഒന്നും ആകത്തില്ല വണ്ടി, അത് ശരിക്കും പറഞ്ഞാൽ ലീഗലല്ല. നമ്മൾ കട്ട്ചേസ് ആക്കാന്നതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗാർഡൻ വർക്കിന്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഓടുന്ന വണ്ടിയാണ്. അതിൻ്റെ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സ്ഥലം ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞ്, പിന്നൊന്ന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞ്, ഇത് 2 ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മാറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്ലാസ് ഫ്രെയിം ഫുള്ള് തുരുമ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് ഫ്രെയിം എന്നതാണ് കേട്ടോ. ഗ്ലാസ് ഫ്രെയിം നല്ല തുരുമ്പായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇതിന്റെ അകത്തൂടി വെള്ളം അകത്തേക്ക് വീഴായിരുന്നു. ആ ഒരു കാര്യം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയതാണ്. ജസ്റ്റ് ഗ്ലാസ് ഫ്രെയിം ഒന്ന് മാറണം എന്നും പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയതാണ്. പക്ഷെ ചെന്ന് പെട്ടത് ഒരു ഭ്രാന്തന്റെ അടുത്തായിരുന്നു. വിനു ഗോമസ്, പറയാതിരിക്കാൻ കേട്ടോ. വിനു ഗോമസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആളാണ്. ഈ വണ്ടി ഞങ്ങളെ ഫ്രണ്ട്സ് ആക്കിയതാണ്. പുള്ളിക്കാരന്റെ അടുത്താണ് ഞാൻ ഈ വണ്ടിയും കൊണ്ട് ചെന്നത്. ഒരു 2,500 രൂപയുടെ ഗ്ലാസ് ഫ്രെയിം മാറ്റാം എന്നും പറഞ്ഞിട്ട് ചെന്ന ഞാനാണ് ഇപ്പൊ 1 ലക്ഷം രൂപക്ക് വണ്ടി പണിത് വെച്ചേക്കുന്നത് കേട്ടോ. അതിന്റെ ചോദിക്കാൻ വരുമായിരുന്നു കേട്ടോ, എത്ര രൂപയായി? 1 ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. കാരണം ഇനി നമുക്ക് 1-2 കാര്യങ്ങളോട് മാറ്റാനുണ്ടോ. നമുക്ക് ടയർ മാറ്റാനുണ്ട്. ടയർ അപ്പർ സൈഡ് ഗ്രിപ്പ് ഇല്ല ടയർ, ആ ടയർ മാറ്റാനുണ്ട്. അതുപോലെ ജെറിയിക്കാൻ കയറ്റാനുണ്ട്. അങ്ങനെ 1-2 ചെറിയ പരിപാടി കൂടി ചെയ്യാനുണ്ട്. ബാക്കിൽ സീറ്റ് കയറ്റിയിട്ടില്ല നമ്മള്. ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇവിടുന്ന് നമ്മുടെ കാറിനൊക്കെ വരില്ലേ, അതുപോലെ മുമ്പോട്ട്. അപ്പൊ സീറ്റ് കയറ്റാനുണ്ട്. അങ്ങനെ ചെറിയൊരു കാര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു രൂപ. ഈ മിറർ അടിപൊളിയാക്കി, മിററൊക്കെ മാറ്റിയതാണ്. നമ്മുടെ നേരത്തെ നമുക്ക് ഇവിടെ വരുന്ന ടൈപ്പ് ആയിരുന്നു മിറർ, അത് മാറ്റി കുറച്ച് ഓൾഡ് മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വിന്റേജ് ടൈപ്പ് ആക്കി തോന്നുന്നു. വിന്റേജ് ടൈപ്പ് ആക്കി. എന്നാൽ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റീസ്റ്റോറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇത് ഫംഗ്ഷനിലല്ല കേട്ടോ. ഇത് ഞാൻ വെറുതെ വെച്ചിരിക്കുന്നത് വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് 2 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്ന. ഇത് എന്റെ അല്ല, ഇത് വിനു ഗോമസിന്റെ, പുള്ളിക്കാരന്റെ ജീപ്പ് എന്തെങ്കിലും ഊരിക്കൊണ്ട് പോകുന്നത്. വീഡിയോ എടുക്കുകയാണല്ലോ, വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടണമല്ലോ. പക്ഷെ ഇത് നമ്മൾ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പുള്ളിക്കാരൻ തന്നെ, വിനു ഗോമസ് തന്നെ ചെയ്തു തരുന്നത്. പുള്ളിയുടെ ഗാരേജ് ഉണ്ട് ആലപ്പുഴയില്, ഗോമസ് MK ഗാരേജ് എന്ന് പറയും. ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ അതൊന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വീഡിയോസ്, ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് ചെയ്യുന്ന റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ എല്ലാവരും കയറി ഒന്ന് നോക്കിയേക്കാം. കർണാടൻ വ്ലോഗ്സിൽ എല്ലാവരും ഉണ്ടാവും. ഓരോരോ ചെറിയ പോർഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കന്നഡം ബ്ലോഗ്സിലുണ്ട്. അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്തിട്ടേക്കുവാണ് നമ്മുടെ വിനു ഗോമസിന്റെ അക്കൗണ്ടായിട്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വിനു ഗോമസിനെ ഫോളോ ചെയ്യാം. കാരണം പുള്ളിക്കാരനാണ് വർക്ക് കൂടുതൽ ചെയ്യുന്നത്. അല്ല, നമ്മുടെ പേജിനകത്ത് നമ്മൾ നമ്മുടെ വണ്ടി ഇടുള്ളൂ. പക്ഷെ പുള്ളിയുടെ പേജ് ആകുമ്പോൾ പുള്ളി ഇനി വരാൻ പോകുന്ന വർക്കുകളൊക്കെ ഇടും. അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക്
ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കാണാമല്ലോ. അപ്പൊ നമ്മുടെ പേജ് കാണുന്നതിനേക്കാളും കൂടുതൽ അതിനകത്തായിരിക്കും ഇവർക്ക്. ഇനി നമുക്ക് നോക്കാനുള്ള ബാക്ക് സൈഡ് ആട്ടോ. ബാക്ക് സൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഇതിന്റെ ലൈറ്റ് വരുന്നത്, ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് ഈ രണ്ട് വശത്തായിട്ട്. അത് നമ്മൾ മാറ്റിയിട്ട് അവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തോ. അത്യാവശ്യം പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പാച്ച് വർക്ക് അകത്തൊക്കെ നമ്മൾ പ്ലാറ്റ്ഫോം ഒക്കെ ഒരു പകുതിയും ഒരു 50% പ്ലാറ്റ്ഫോം നമ്മൾ മാറ്റി പുതിയത് വെച്ചിരിക്കുന്ന. പിന്നെ ചെയ്തേക്കുന്നത് ഈ ലൈറ്റ് ഇല്ലേ, പഴയ മോഡൽ ലൈറ്റ്, ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ബാക്ക് ലൈറ്റ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇത് ശരിക്കും ഐഡിയ ആരുടെ ആയിരുന്നു? ഇതും വിനു തോമസ് വണ്ടി കൊണ്ടുപോയി ഇട്ട് കൊടുത്തു പുള്ളി പണത് ഇങ്ങോട്ട് തന്നു, അത്രേ ഉള്ളൂ. ബാക്കി നമ്മുടെ ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും ഇല്ല ഇതിനകത്ത്, അതിന്റെ ആവശ്യമില്ല. പുള്ളി കഡോൽക്കച്ചൻ പുള്ളി പൊളിയാ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മോഡൽ ജീപ്പിനൊക്കെ വരുന്നതാണ്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ ഓരോ ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ ഫ്രണ്ടിൽ കണ്ട മാപ്പ് റീഡിംഗ് ലാമ്പില്ലേ, പട്ടാളക്കാര് പണ്ട് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ലൈറ്റ്, കാട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ലൈറ്റ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് മാപ്പ് നോക്കാൻ വേണ്ടി അതിന്ന് താഴത്തേക്ക് ചെറിയൊരു വെളിച്ചടിക്കും, അതിന്റെ അടിയിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു സാധനമാണ് അത്. ഇതെന്ന് വെച്ചാല് വലിയ ടെന്റും കാര്യങ്ങളും ഷീറ്റ് പടുതയൊക്കെ ഇല്ലേ, അതൊക്കെ മടക്കി ഇതിന്റെ അകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഭയങ്കര യൂസ് ഇതായിട്ടുള്ള സംഭവങ്ങളായിരിക്കും പട്ടാളക്കാര് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഈ ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ചാട്ടോ. ഈ ബാക്കിലത്തെ എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ സൈഡിലത്തത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ബാക്കിൽ ഇരിക്കുമ്പോഴേ ഇപ്പൊ ഓപ്പൺ ചിലര് ഈ ഓഫ് റോഡിങ് പോകാൻ നേരത്ത് ഓപ്പൺ ജീപ്പില് ബാക്കിലൊക്കെ ഇരിക്കത്തില്ലേ, അപ്പൊ അങ്ങനെ എനിക്ക് പിടിച്ചോണ്ടിരിക്കാൻ ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിടിച്ചിറങ്ങാം. അത് നല്ല ഗ്രിപ്പ് ഉണ്ട് അത് വീട്ടിലുള്ളവരൊക്കെ. അതെ, അല്ല ഇപ്പൊ ഞാനാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതേ പിടിച്ചിട്ട് ഇറങ്ങാം, പിടിച്ച് കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ സാധനം നമുക്ക് മാറ്റാനുള്ളൂ കേട്ടോ. ഇത് നമുക്ക് സമയം കിട്ടിയില്ല, ഇത് മാറ്റിയിട്ട് ഒരു വെറൈറ്റി സാധനം ആക്കാം. വലിയ സാധനം വെക്കാം, കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് വെക്കണം, മാറ്റാനുള്ള. അതുപോലെ മിറർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് പഴയ മോഡലിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രെയിം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇത് മൊത്തം ഫ്രെയിമുള്ള ടൈപ്പ് ആയിരുന്നു. കമ്പി എന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഒരു ട്രോളിക്കകത്ത് കയറ്റിക്കൊണ്ട് മാത്രമുള്ള കമ്പി ഉണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞപ്പോ. ഇപ്പൊ ഈ കാണുന്ന രണ്ട് ഫ്രെയിം മാത്രമേ ഉള്ളൂ. അതും ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഈ വണ്ടി ടൂറർ ബോഡി ആണെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് ഓടിക്കാൻ പറ്റും. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിലല്ലാതെ. നമുക്ക് റോട്ടിൽ ഓപ്പൺ ആയിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു ഓഫ് റോഡ് കയറുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അകത്ത് ഓടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നെറ്റ് ബോൾട്ടൊക്കെ ഊരി കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രി അടിച്ചു കിട്ടിയ കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം എന്തായാലും ഊരി കാണിക്കുന്നില്ല, ജസ്റ്റ് ഊരിയ ഒരു കുറച്ച് വീഡിയോസ് ഫോട്ടോസ് കാണിച്ചില്ല. ഫോട്ടോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ ഭംഗിയാണ്. പക്ഷെ ലീഗൽ അല്ലാത്തതുകൊണ്ട് നമ്മളത് പോകുന്നില്ല. വേറെ കാര്യമുണ്ട്, ഓപ്പൺ ജീപ്പ് അത്ര സുഖമുള്ള കാര്യമല്ല. കാരണം വണ്ടിയുടെ വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ സംഭവങ്ങൾ അലൈൻ ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇന്നത്തെ 2 ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ജീപ്പ് ആക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയയെ നമുക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എടാ, ഇത് പിന്നെ ചെയ്തിട്ടുള്ള ഇതിന്റെ ഡോറാ കേട്ടോ. നമുക്കൊരു പഴയ വണ്ടിയുടെ നോർമൽ ടൈപ്പ് ഡോർ മാറ്റിയതാ. ഡോറ് നമുക്ക് പഴയ വണ്ടിയുടെ ഡോറ് ഇത്രയും ഭംഗിയൊന്നും ഇല്ലായിരുന്നു അതിന്. പ്ലെയിൻ ഡോറ്. അതുപോലെ ഇവിടെ ആയിരുന്നു, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തുറക്കുന്ന ടൈപ്പ് ആയിരുന്നു. അതിപ്പോ മാറ്റി നമ്മൾ മേജർ ടൈപ്പിലേക്ക് മാറ്റിയപ്പോ ഇപ്പൊ ഈ കാണുന്ന പോലത്തെ സംഭവം ഇങ്ങനെ തുറക്കാം. ഇപ്പൊ വലിച്ചു തുറക്കാൻ പറ്റത്തില്ല, ഇത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാല്, അഴിച്ചു വിട്ട് കഴിഞ്ഞാല് തുറക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തുറക്കുന്നതായിരുന്നു. ലോക്ക് മറ്റേ നമ്മുടെ പഴയ ലോക്ക് ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പിന് അല്ലെങ്കിൽ ഒരു ജെറിക്കാൻ കൂടി വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കാണാൻ കുറച്ച് അടിപൊളിയായിട്ടുള്ളൂ. അതുകൂടി സെറ്റ് ചെയ്യണം. മൊത്തത്തിനുള്ള സമയം കിട്ടിയിട്ടില്ല, പയ്യെ ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർക്കും കൂടി നടക്കുന്നതുകൊണ്ട് സമയം സമയം ഇച്ചിരി പാടാ. കാടമ്പർക്കാണ്. രാവിലെ പോയി ഞാൻ രാത്രിയേ വരുള്ളൂ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഏകദേശം ഒരു 5-6 ദിവസത്തോളം വർക്കിന് പോവാതെ നിന്നിട്ടാണ് വണ്ടിയുടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തത്. നമ്മുടെ മാനേജർ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതെ, മാനേജർ ഉണ്ട്. എന്റെ കസിൻ തന്നെ കേട്ടോ മാനേജർ ഉണ്ട്. മാനേജർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ലാതെ ഫ്രീ ടൈം ഒക്കെ കിട്ടും ഇടക്ക്. ഇന്ന് അവനെ കിട്ടിയില്ല, ഇല്ലായിരുന്നു അവനുമായിട്ടേ വരട്ടെ. അതെ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് 1-2 സൈറ്റൊക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഒരു സൈറ്റില് പുള്ളിക്കാരൻ പോകും, ഒരു സൈറ്റിൽ ഞാനും പോകും. അങ്ങനെ വരുമ്പോ നല്ല ബിസിയാവും. എന്നാലും വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കുറെ സമയം കണ്ടെത്തി കേട്ടോ. ഞങ്ങൾ വർക്ക് ഒരു 5-6 ദിവസത്തോളം ഞങ്ങൾ സൈറ്റൊക്കെ നിർത്തി വെച്ചിട്ടൊക്കെ ഞങ്ങൾ പോയി വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ കോട്ടയം കോടിമാത ഭാഗത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് കുറെ സാധനങ്ങൾ നമ്മൾ കോടിമാത എല്ലാം പർച്ചേസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് ഇൻഡിക്കേറ്റർ സാധനങ്ങളെല്ലാം. പക്ഷെ വണ്ടി നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വണ്ടി നൈസല്ലേ, കളറ് ഗൺമെറ്റൽ ഗ്രേ. ഈ കളറ് എങ്ങനെ ആരാ സെലക്ട് ചെയ്തത്? കളർ ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ്. ഗൺമെറ്റൽ ഗ്രേ, അതായത് നമ്മുടെ ഇപ്പം പുതിയ ബുള്ളറ്റിന് വരുന്ന കളറില്ലേ ഗൺമെറ്റൽ ഗ്രേ കളർ, ആ കളറാണ് എനിക്ക് ബുള്ളറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ കളർ സെലക്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് വണ്ടി ഒത്തിരി ഇരുണ്ട് പോകരുത്, ഒത്തിരി തെളിഞ്ഞും പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയ ഇതാകുമ്പോ ഒത്തിരി ഡാർക്കും അല്ല ഒത്തിരി ബ്രൈറ്റും അല്ലാത്തൊരു കളറല്ലേ. അപ്പൊ വണ്ടി എവിടെ കൊണ്ടുപോയിട്ട് ഇച്ചിരി ഫോട്ടോ എടുത്താലും അത്യാവശ്യം കാണാനായിട്ട് മെന ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബോണറ്റ് പുതിയ പീസാട്ടോ. ബോണറ്റ് പഴയ പീസ് മാറ്റിയിട്ട് ഫ്രഷ് പീസ് ആയിട്ടേക്കുന്നത്, ഗ്ലാസ് ഫ്രെയിം ഫ്രഷ് പീസ് ആയിട്ടേക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിലെ ഡോറ് ഫ്രഷ് പീസ് ആയിട്ടേക്കുന്നത്, എല്ലാം പുതിയ സാധനം ആയിട്ടേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് ഇൻഡിക്കേറ്റർ, നമ്മുടെ ഗ്ലാസ്, പുറകിലത്തെ ലൈറ്റ് എല്ലാം ഫ്രഷ് സാധനം. വണ്ടിയിൽ കാണുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് ഇല്ലേ, ഈ ഹെഡ്ലൈറ്റിന്റെ അടിയിൽ ഇച്ചിരി തുരുമ്പുണ്ട്. ഇവിടെ കണ്ട ഇച്ചിരി തുരുമ്പുണ്ട്. അതുപോലെ പിന്നെ പറയാം, ഒന്നും പറയാം. ഇവിടെ ഒരു ചെറിയ തുരുമ്പുണ്ട്. അതുപോലെ ബാക്കിലെ ടയറിന് ഇച്ചിരി ഗ്രിപ്പും കുറവുണ്ട്. അത്രയാണ് പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് നിലവിലുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നമ്മളെ എഞ്ചിൻ പണിതായിരുന്നു. എഞ്ചിൻ നന്നായിട്ട് ഊരി പണിത് ഞാൻ വീഡിയോ കണ്ടു. എഞ്ചിൻ പണിതിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി കൂട്ടിയാണെങ്കിൽ ഒരു 1.30 നമുക്ക് പറയാൻ കേട്ടോ. പക്ഷെ അത് കുറച്ച് നാളായി പണിതിട്ട്, ഒരു 2-2.5 വർഷത്തിന് മേളിലായി നമ്മൾ എഞ്ചിൻ പണിതിട്ട്. അന്നൊരു 30 രൂപ എഞ്ചിൻ പണിതായിരുന്നു. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ ഒരു സംഭവം എന്ന് വെച്ചാലേ, ഈ വണ്ടി ഇപ്പൊ എന്റെ കിട്ടിയിട്ട് ഈ മാസം ഈ ജനുവരിയിൽ 4 വർഷം തികയും. ഈ 4 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം മാത്രമേ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റുള്ളൂ വണ്ടി. ഡീസൽ വണ്ടി കാരണം പ്രത്യേകിച്ച് സെൻസറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു പ്രാവശ്യം എഞ്ചിൻ പണിതു, ഒരു പ്രാവശ്യം ഗിയർ ബോക്സ് പണിതു. ഈ വണ്ടി ഞാൻ ശരിക്കും വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല. ഞാനും എന്റെ മാനേജരും മാത്രമേ ഓടിക്കാറുള്ളൂ. മാനേജർ എന്ന് വെച്ചാൽ എന്റെ അനിയൻ തന്നെ കേട്ടോ. അപ്പൊ അവനും ഞാനും മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. പിന്നെ അച്ഛനെ ഓടിക്കാറുണ്ട് ഇടക്ക്. അച്ഛനെന്ന് വെച്ചാൽ വണ്ടി മേയിച്ചോണ്ട് നടക്കാൻ കുറച്ച് പാടാ, ഇച്ചിരി പാടാ. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഒരിടയ്ക്ക് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഒരു 100 മീറ്റർ ഓടിച്ചിട്ടുണ്ടാവും വണ്ടി. വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു 6000 രൂപക്ക് ഗിയർ ബോക്സിന്റെ എന്തോ സംഭവം പോയിട്ട് അത് പണിയേണ്ടി വന്നു. അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ ജീപ്പിന് അങ്ങനത്തെ സംഭവം ഉണ്ട്. ഇതൊന്നും വെച്ചാൽ സ്റ്റോക്ക് മോഡലാട്ടോ. പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ ബ്രേക്ക് ഇല്ല, എല്ലാ സാധനവും സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ഇച്ചിരി പാടാണ്. ടയർ പിന്നെ സ്കോർപ്പിയോടെ ടയർ കിടക്കുന്നതുകൊണ്ട് ഒടിവും കുറവാണ് കേട്ടോ. ഇത് പിന്നെ ഇതിലിപ്പോ ഒരു മോഡിഫിക്കേഷൻ പോലെ തോന്നുന്നതിന്റെ ടയർ മാത്രമല്ല, പക്ഷെ അതും ഇല്ലീഗലൊന്നും അല്ല. കാരണം നമ്മുടെ ഫെൻഡറിന്റെ അകത്താണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് ബുക്കേല് ടയർ സൈസ് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് RTO. ഞാൻ ആളോട് ചോദിച്ചപ്പോ പറഞ്ഞത് പുറത്തോട്ട് തള്ളിക്കിടക്കായിരുന്നാ മതി, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ലുക്കാണ് കേട്ടോ വണ്ടി, ഒരു രക്ഷയില്ല ഗൈസ്. പണ്ടത്തെ നമ്മുടെ കർണാടക ജീപ്പേ അല്ല ഇത്, ഫുൾ സംഭവം സെറ്റ് ആയില്ലേ. സംഭവം വേറെ ലെവലായി മാറിയപ്പോ തന്നെ സാധനം സെറ്റ് ആണ്. അതാണ് ഞാൻ പോലും കണ്ടു തീർന്നിട്ടില്ല വണ്ടി. സാധനം ഇവന്റെ കൈ കിട്ടുന്നില്ല ഗൈസ്. പടുത ഇറക്കാനും ഈ പടുത ശരിയാക്കാനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനു വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം കുറച്ചെടുത്തു, 2 മാസത്തിനടുത്ത് എടുത്തു മൊത്തം കിട്ടാനായിട്ട്. ഇത് ഇവൻ ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാല് ഇവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല വണ്ടി കയറ്റാൻ. വീട്ടിൽ എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ വണ്ടി വിറ്റെന്ന് പറഞ്ഞില്ല. വണ്ടി വിറ്റെന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് വണ്ടി പണിതണ്ടാണ് നേരെ വീട്ടിലേക്ക് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ക്ലൂ പോലും ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച ഒരു രക്ഷ സാധനം ഫോട്ടോ ഉണ്ട്. ഇവനെ ബലരാമൻ റീലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട്, എന്റെ പൊന്നും ആ ഫോട്ടോ കണ്ടപ്പോഴാണ് അപ്പഴേ വിളിച്ചു. നമ്മള് വണ്ടി പണിത് 2 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് എല്ലാരും അറിയുന്നത്. അതും നമ്മുടെ വണ്ടി തന്നെയെന്ന് ആദ്യം അമ്മയ്ക്കും വൈഫിനൊന്നും മനസ്സിലായില്ല. കാരണം അച്ഛന് മനസ്സിലാവും. പിന്നെ അച്ഛന് വണ്ടി നമ്പർ പ്ലേറ്റ് അത്യാവശ്യം അച്ഛന് ഇച്ചിരി വണ്ടി പ്രാന്തൊക്കെ ഉള്ള ആളാണ്. അച്ഛന് മനസ്സിലാവും. വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പുതിയ വണ്ടി നോക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്തു. പുതിയൊരു വണ്ടി നോക്കാം, ഓരോ സ്ഥലത്ത് വിളിച്ചിട്ട് വണ്ടി എന്ത് റേറ്റ് ആവും, എങ്ങനെയാണ് വന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുമ്പോൾ എല്ലാരും വിശ്വസിക്കുമല്ലോ. പക്ഷെ വേറെ ലെവൽ സാധനമായി പോയി.
അപ്പൊ ഗൈസ് ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും നമ്മൾ ഇതേപോലത്തെ കുറെ ജീപ്പും വിന്റേജ് ജീപ്സും പിന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ ഇനിയും വീഡിയോ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നും പറയുന്ന പോലെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്നാലേ ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലായിരുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറെ ഒന്നുമില്ല. കർണാടക വല്ലതും പറയാനുണ്ടോ? ഇല്ല, അടുത്ത വീഡിയോ കാണുക. അപ്പൊ ബൈ ബൈ. വണ്ടി അടുത്ത ഏതാ വണ്ടി? അടുത്ത വണ്ടി സർപ്രൈസാ, ഒരു സാധനം വരുന്നുണ്ട്. സർപ്രൈസ് ആയിക്കോട്ടെ. എന്തായാലും താമസമില്ല ഗൈസ്, ഉറപ്പായിട്ടും വരും. എന്നും പറയുന്ന പോലല്ല, ഇത് ഉറപ്പായിട്ടും നമുക്ക് വീഡിയോ വരും.